യൂത്ത് ലീഗിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ്. പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ മിസ്ഹബ് കീഴരിയൂർ, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ട്രഷറർ KMA റഷീദ്, MSFൻ്റെ ജില്ലാ പ്രസിഡന്റ് അഫ്നാസ് ചോറോട്. ഇപ്പോൾ കഴിഞ്ഞ 3-4 മാസക്കാലമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, വളരെ ഗൗരവത്തിൽ അതിൻ്റെ ഒരു തുടർ സമരം എന്ന നിലയിലാണ് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 8-9 തീയതികളിൽ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചവരെയും പ്രചരിപ്പിച്ചവരെയും അറസ്റ്റ് ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം നിലവിൽ ഭരണകക്ഷി MLA തന്നെ പോലീസ് നിയന്ത്രിക്കുന്ന അധോലോകത്തെ സംബന്ധിച്ച് വളരെ അപകടകരമായ ഒരു മെസ്സേജ്, ഒരു തുറന്നുപറച്ചിൽ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലും കോഴിക്കോട് ജില്ലാ പോലീസ് കേന്ദ്രമായ SP ഓഫീസിലേക്ക് 2 ദിനങ്ങളിലായി തുടരുന്ന ലോങ് മാർച്ച് ജില്ലാ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ തിരുവള്ളൂർ മുതൽ വടകര SP ഓഫീസ് വരെ നടക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഏകദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനുശേഷവും ഒരു തുടർ ഇടപെടൽ നടത്തിയതുകൊണ്ട് മാത്രമാണ്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ കൊണ്ടൊക്കെ തന്നെയാണ് ഇതിനെ പരമാവധി ഒളിപ്പിച്ചു വെക്കാനും ചില പ്രത്യേക താൽപ്പര്യക്കാരുടെ നിർദ്ദേശമനുസരിച്ച്, ഭരണകക്ഷിയുടെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് യഥാർത്ഥ പ്രതികൾ പുറത്തു വരാതിരിക്കാനുള്ളൊരു ജാഗ്രത പോലീസ് കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയ തോതിലുള്ള ഇടപെടൽ നിയമപരമായും ഇവിടുത്തെ കോടതിയെ സമീപിച്ചുകൊണ്ടും MSFൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ് PK മുഹമ്മദ് കാസിമും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള സാഹിബുമൊക്കെ വലിയ പോരാട്ടം നടത്തി. ഇതിൻ്റെ സൈബർ കേന്ദ്രങ്ങൾ എന്ന നിലയിൽ CPMൻ്റെ സൈബർ കേന്ദ്രങ്ങൾക്ക് ഇതിൻ്റെ പ്രചരണത്തിൽ പങ്കുണ്ട് എന്ന നിലവിൽ തെളിയിക്കപ്പെട്ടത്. ഇനി അതിൻ്റെ നിർമ്മിച്ചവരാരാണ് എന്നത് കൃത്യമായ ചോദ്യം ചെയ്യലിലൂടെ, സുതാര്യമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണ്. പക്ഷെ അങ്ങോട്ട് പോകാതെ ഭരണകക്ഷി നേതൃത്വത്തിൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു പോലീസ് സംവിധാനമാണ് കോഴിക്കോട് ജില്ലയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളെ തുറന്നു കാണിക്കാനും അധികാരികളത് തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഈ വിഷയത്തിൽ ഞങ്ങളുടെ മാർച്ച്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിരവധി വിഷയങ്ങൾ കോഴിക്കോടുമായി ബന്ധപ്പെട്ടുണ്ട്. പോലീസിൻ്റെ ഉള്ളറകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദയനീയമായ യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാണിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വിഷയവുമായി മുന്നോട്ട് വന്നാൽ സമാനമായ അനീതി നേരിട്ട നിരവധി ആളുകൾ ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസിൻ്റെ താൽപ്പര്യം മാത്രം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സമീപനം ഏറെക്കാലമായി കോഴിക്കോട് കേന്ദ്രീകരിച്ചുമുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ നമ്മളെ കോഴിക്കോട് നഗരവുമായി ബന്ധപ്പെട്ട ഒരു തിരോധാനമാണ് മാമി തിരോധാനം. അതിൻ്റെ ആക്ഷൻ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ച് CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് അതിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. അതിനിടയിൽ നടന്നിട്ടുള്ള ഒരു വർഷക്കാലമായി നടന്നിട്ടുള്ള ഈ പ്രശ്നത്തോട് പോലീസ് സ്വീകരിച്ചിട്ടുള്ള സമീപനത്തിൽ MLAയുടെ തുറന്നു പറച്ചിലിന് ശേഷമുണ്ടായിട്ടുള്ള ജനങ്ങളുടെ തിരിച്ചറിവുമൊക്കെ അതിനു മുമ്പും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് കുടുംബാംഗങ്ങളും ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ 2-3 മാസം മുമ്പ് കോഴിക്കോട് കനോലി കനാലിൽ രജനീഷ് എന്ന് പറയുന്ന ഒരു 50 വയസ്സുകാരൻ മരണപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ മരണപ്പെട്ടത് അന്നും MSFൻ്റെ ഒരു ജില്ലാ ഭാരവാഹി അതിന് നേർസാക്ഷിയാണ്. അദ്ദേഹവും കുടുംബവും മുഖ്യമന്ത്രിയെ സമീപിക്കുകയും നിയമപരമായി ഈ വിഷയത്തിൽ ഇത് പോലീസ് ചേസ് ചെയ്ത് ശക്തമായി പോലീസ് വേഗത്തിൽ പിന്തുടർന്ന് ഏകദേശം ഒരു രാത്രി 11:30 സമയത്താണ് രജനീഷ് എന്ന് പറയുന്ന 50 വയസ്സുള്ള ഒരു മധ്യവയസ്കൻ, അദ്ദേഹം ജോലിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ കനാലിൽ വീഴുകയും മരണപ്പെടുകയും ചെയ്തു. പക്ഷേ പോലീസ് പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു വിഷയത്തെ ശക്തമായി നേരിടാനുള്ള ഒരു സപ്പോർട്ടും പിന്തുണയും സാധാരണക്കാർക്ക് ലഭിക്കാത്തതുകൊണ്ടോ എന്തോ ആ കേസിൽ പോലും അതിന് അന്നത്തെ നേതൃത്വം നൽകിയിരുന്ന അന്നത്തെ പെട്രോളിങ്ങിലുണ്ടായിരുന്ന അന്നത്തെ വെള്ളയിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിരുന്ന സനീഷ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും അന്ന് ചുമതലയുള്ള ആളുകളുമാണ് ഈ ഒരു 50 വയസ്സുകാരനായിട്ടുള്ള ആ മധ്യവയസ്കനെ വളരെ വേഗത്തിൽ പിന്തുടരുകയും അതിൻ്റെ CCTV ദൃശ്യമൊക്കെ നമുക്ക് കാണാവുന്നതാണ്.
അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെ സുതാര്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിത്യരോഗിയായ ഭാര്യയും 2 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. അപ്പോൾ അവരൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുമ്പോൾ സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് പോലീസിന് ഇതൊക്കെ മൂടി വെക്കാനും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഒക്കെയുള്ള വളരെ കൃത്യമായ അജണ്ടകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഏത് തരത്തിലാണ് അതിൻ്റെ അന്വേഷണത്തിൻ്റെ പ്രതികൾ അല്ലെങ്കിൽ അന്യായം ന്യായം എന്നുള്ളതല്ല, പകരം അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരിക എന്നുള്ളതാണ്. ആരുടെ പക്ഷം എന്നുള്ളതല്ല ഞങ്ങളുടെ വിഷയം. ഈ വിഷയത്തിൽ സംഭവിച്ചത് പൊതുജനങ്ങൾക്ക് അറിയണം, നിയമവ്യവസ്ഥ സുതാര്യമാകണം, മാധ്യമങ്ങളത് കണ്ടെത്തണം, പുറത്തേക്ക് കൊണ്ടുവരണം. ഇതിന് ജനങ്ങൾക്കൊരു പിന്തുണയുണ്ടാകണം. ഇങ്ങനൊരു വിഷയമുണ്ടാകുമ്പോൾ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് പിന്തുണ ലഭിക്കുന്നില്ല. 1-2 ദിവസം ഒരു വാർത്തയുണ്ടാകും. ആ വാർത്തയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമൊക്കെ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്കറിയാം. പിന്നീട് മറ്റൊരു വിഷയം വരുന്നു, നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുന്നു. ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, ഒന്ന്, ഞങ്ങൾ കഴിഞ്ഞ 4 മാസക്കാലമായ ഒരു വിഷയത്തിൻ്റെ പിറകെ കൂടിയതുകൊണ്ട് മാത്രമാണ് മിനിമം കാഫിർ വിഷയത്തിൽ MSFൻ്റെ ജില്ലാ നേതാവ് നിരപരാധിയാണെന്ന് 1ാം ഘട്ടത്തിൽ ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അവസാനിപ്പിച്ചാൽ വീണ്ടും പ്രചരണം തുടരും. ഈ പ്രചരണത്തിൽ ചെറിയ പങ്ക് ഇന്ന ആളുകൾക്കുണ്ട്. ഇപ്പോൾ കാസിമിന് 9ഓളം സിമ്മുകളുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം വാർത്ത വന്നത്. ഈ വാർത്ത എങ്ങനെ മറികടന്ന് മുന്നോട്ട് പോകാം എന്നുള്ളതിൻ്റെ സൂക്ഷ്മമായ എന്തെങ്കിലും അംശമുണ്ടെങ്കിൽ അതുപോലും വാർത്താവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാസിം നേരത്തെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ച് തൻ്റെ പേരിൽ എത്ര സിമ്മുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ അദ്ദേഹം പെറ്റീഷൻ സമർപ്പിച്ചിരിക്കുന്നത്. ഇത് പുതിയ അറിവൊന്നുമല്ല. ഇപ്പോൾ വാർത്തകളിൽ അങ്ങനെ വരുമ്പോൾ ഇതിലൊരു വഴിത്തിരിവുണ്ടാകുന്നു എന്ന് ചില സൈബർ കേന്ദ്രങ്ങൾ പടച്ചുവിടുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ അവസാന ഘട്ടം വരെ ഈ പോരാട്ടത്തിൽ തുടരുകയും ചോദ്യം ചെയ്തവരെ കൃത്യമായി പോലീസിൻ്റെ നിയമപരമായ വഴിയിൽ ചോദ്യം ചെയ്താൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താമെന്നും, കണ്ടെത്തി പ്രചരിപ്പിച്ച ആളുകൾ നിയമത്തിന് വിധേയമാകണം, അവർക്കെതിരെ അനുയോജ്യമായ വകുപ്പുകൾ ചേർത്തി കേസെടുക്കണം, അവരെ മാപ്പുസാക്ഷികളാക്കാൻ സമ്മതിക്കില്ല എന്നതാണ് ഞങ്ങളുടെ നിലപാട്. 1, ആ വിഷയത്തിൽ പോലീസും ഭരണകക്ഷി കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ചുള്ളവരുടെയും ഇടപെടൽ മൂലമാണ് പോലീസ് ആ രീതിയിൽ പെരുമാറുന്നത്. പോലീസ് അങ്ങനെ പെരുമാറും എന്ന് നമുക്ക് തെളിയിക്കപ്പെട്ടത് അൻവർ MLA കൃത്യമായി അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിലൂടെ പോലീസിന് ഇങ്ങനെ ഇടപെടലുണ്ട് എന്ന് ആഭ്യന്തര വകുപ്പിനെ തന്നെ പ്രതിക്കൂട്ട് നിർത്തിക്കൊണ്ടൊരു ഭരണകക്ഷി MLA സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തുറന്നു പറയുകയാണ്. അത് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, അതേപോലെ ഞാൻ സൂചിപ്പിച്ച കോഴിക്കോട്ടെ ഈ വിഷയങ്ങളിലും പോലീസ്, ഈ മാമി വിഷയത്തിലാണെങ്കിലും രജനീഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിലും ഇനിയും അറിയപ്പെടുകയും അറിയപ്പെടാതിരിക്കുകയും ചെയ്ത കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടന്ന പല വിഷയങ്ങളിലും പോലീസ് ഏതെങ്കിലും തരത്തിൽ പ്രതിസ്ഥാനത്ത് വന്നാൽ അവർക്ക് രക്ഷപ്പെടാൻ അറിയാം. അത് ജനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയില്ല. 5-6 ദിവസം നിൽക്കുന്ന വാർത്താ പ്രാധാന്യത്തിനപ്പുറം ഇതിനപ്പുറത്തൊന്നും നടക്കില്ല എന്ന് ആത്മധൈര്യം ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് സത്യസന്ധന്മാരായ പോലീസ് സംവിധാനത്തിലെ പെട്ടവരെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുന്നു, ഈ കൂട്ടത്തിലുള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ സാധാരണ മനുഷ്യന്മാർക്ക് നീതി ലഭിക്കണം. അതിനുവേണ്ടിയുള്ള ശക്തമായ പോരാട്ടമാണ് ലോങ് മാർച്ച്. 2 ദിവസമാണ്. ആയിരക്കണക്കിന് യുവാക്കൾ പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ്, ചെറിയൊരു സമരമല്ല ഇത്. ഈ സമരത്തിൻ്റെ ഉദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് യൂത്ത് ലീഗ് നടത്തുന്ന ഒരു ജില്ലയിലെ ഗംഭീരമായ സമര പ്രതിഷേധമാണ് SP ഓഫീസിലേക്ക് നടക്കുന്നത്. അത് ഏതെങ്കിലും വിഷയം പുതുതായി വരുമ്പോൾ അതിൻ്റെ ശ്രദ്ധ തിരിയുന്നൊരു പ്രവണത മാറണമെന്നും, ഞങ്ങളിതിൻ്റെ പിന്നിൽ തന്നെ നമ്മുടെ കോഴിക്കോടിൻ്റെ സത്യസന്ധതയും നീതിയുമൊക്കെ പുലരണം. അതിനാവശ്യമായൊരു പിന്തുണ ഒരു യുവജന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ അതങ്ങനെ നിലനിർത്താൻ സാധ്യമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി മാത്രം വിചാരിച്ചാൽ സാധ്യമല്ല. ഈ ഒരു പൊതുവിഷയത്തിൽ, ഈ ഒരു വിഷയത്തിലൊരു സമാനമായി മനസ്സുള്ള എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നീതി എത്തും വരെ, നീതി ഉണ്ടാകും വരെയുള്ളൊരു പോരാട്ടം, ആരല്ല എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, നീതി കണ്ടെത്തും വരെയുള്ളൊരു പോരാട്ടത്തിന് എല്ലാവരുടെയും ഒരുമിച്ചുള്ളൊരു പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചത്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും. ഈ വിഷയം നടന്ന സ്ഥലമാണ് തിരുവള്ളൂർ പഞ്ചായത്തിലെ നെടുമ്പ്രമണ്ണ എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ ആ പ്രദേശത്ത് നിന്നാണ് നമ്മളിതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അന്ന് പൊതുയോഗമാണ്. 2ാം ദിവസം അവിടെ നിന്ന് ആരംഭിച്ച് വടകര SP ഓഫീസിലേക്ക് മാർച്ച് നടക്കും. 1ാമത്തെ ദിവസം പതാക കൈമാറും, 2ാം ദിനം മാർച്ചായിട്ട് തുടരും. ഞങ്ങൾ ഇത് വിഷയം നടന്ന ഉടനെ SP ഓഫീസ് മാർച്ച് ഒരിക്കൽ നടത്തിയിട്ടുണ്ട്. 1, ഞങ്ങൾ ജില്ലാ കളക്ടറെ സമീപിച്ചിട്ടുണ്ട്. ഞങ്ങൾ KK ലതികൾക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SP വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇതിനു മുമ്പും സമാനമായി നിരവധി സമരപരിപാടി നടത്തിയിട്ടുണ്ട്. ഇപ്പം കോഴിക്കോട് 93 കേന്ദ്രങ്ങളിൽ എല്ലാ സ്ഥലത്തും ഇതിൻ്റെ പ്രതിഷേധം, ഈ ലോങ് മാർച്ചുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധ സമരകാഹളം എന്ന നിലയിൽ ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പരിപാടി നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ തുടർന്ന് ഇതൊരു വലിയ പരിപാടിയാണ്. ഒരു ചെറിയ പരിപാടി ഹൈവേ പിക്കറ്റിംഗ് നടത്തിയിട്ടുണ്ട്, റോഡ് ഉപരോധം,
അങ്ങനെ ഓരോ വിഷയങ്ങളിലും ഇതിൻ്റെ കോടതി ഇടപെടലുണ്ടാകുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഇത് അതിനനുസരിച്ചുള്ള ഒരു 1-2 ദിവസം കൊണ്ടുള്ള പരിപാടിയാണ്. വലിയൊരു 2000-3000 യുവാക്കൾ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. ഞങ്ങൾ ആ കുടുംബവുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവരുടെ മകളുടെ ഭർത്താവാണ് അതിന് നിയമപരമായി ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി. അപ്പോൾ അവർ വലിയ മുഖ്യമന്ത്രിയെ സമീപിച്ചതും തുടർന്ന് അതിൻ്റെ ഒരു നടപടിക്രമം സുതാര്യമായി പോകുന്നില്ല എന്നൊരു ആശങ്ക അവർ പങ്കുവച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അന്ന് നേർസാക്ഷിയായിട്ടുള്ള MSFൻ്റെ ജില്ലാ ഭാരവാഹി അഫ്രീൻ എന്ന് പറയുന്ന ജില്ലാ ഭാരവാഹിയായിട്ടുള്ള അഫ്രീൻ, അവൻ ഒരു അഭിഭാഷകൻ കൂടിയാണ്. അവൻ കൃത്യമായി ഇതിൻ്റെ പിറകിൽ തന്നെയുണ്ട്, അതിൻ്റെ തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ദിവസം മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് ആ വാർത്ത വഴിതിരിച്ചു വിടുകയും പിന്നീട് ഈ വിഷയം അങ്ങനെ ഏറ്റെടുക്കാത്തൊരവസ്ഥ ഉണ്ടായതാണ്. അപ്പോൾ ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ അങ്ങനെ കുറേ ആളുകളുണ്ട്, 1-2 ആളുകൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിരവധി വിഷയങ്ങളുണ്ട്. ഇതൊന്നും മുന്നോട്ട് പോയാൽ അത്രമാത്രം വിജയിക്കില്ല, സാധാരണക്കാർക്കത് പ്രാപ്യമല്ല എന്ന ഒരു സ്വാഭാവിക ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആളുകൾ രംഗത്തിറങ്ങാത്തത്. ഞങ്ങളവരുമായി സംസാരിച്ച് ഞങ്ങൾ സർവ്വ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. അവർ കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്? പോലീസിൻ്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെ ചില ട്രോൾ വീഡിയോ പുറത്തു വിട്ടു എന്നൊക്കെ പറഞ്ഞ് കേസുണ്ട്. അത് പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞു. ആരോ നിർമ്മിച്ച ചില ട്രോൾ വീഡിയോ തെറ്റിദ്ധാരണ മൂലം ഏതോ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടു, അതിന് കേസുണ്ടായി. തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടനെ പിൻവലിച്ചു, കേസ് തുടരുന്നു. പക്ഷേ ഇതേപോലെ നിലവിൽ നിർമ്മിച്ചവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രചരിപ്പിച്ചവരെ കൃത്യമായി അതിൻ്റെ ഗ്രൂപ്പ് അഡ്മിൻസ്, അതിൻ്റെ നേതാക്കന്മാരും സൈബർ കേന്ദ്രങ്ങളൊക്കെ അറിയാം. അവരൊക്കെ മാപ്പ് സാക്ഷികളാണ്. അപ്പോൾ ഒരു 2 ഇരട്ട നീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോലീസിൻ്റെ ഇടപെടലുണ്ട്. പോലീസ് കൃത്യമായി ചില നിർദ്ദേശാനുസരണമാണ് പ്രവർത്തിക്കുന്നത്. ഇതൊരു ചെറിയ സംഭവമല്ല, ഒരു വലിയ ഗൂഢാലോചനയാണ്. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം അത് പുറത്തു വരും വരെ ഞങ്ങൾ ശക്തമായ പോരാട്ടത്തിലാണ്. ഞങ്ങൾ ഒരു 8 കിലോമീറ്ററാണ്. അതൊരു ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തുക. ആ പ്രദേശത്ത് മുൻകാലത്തും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ഒരു സമാന ശക്തികൾ തന്നെയാണെന്ന് ജനങ്ങളെയും ബോധ്യപ്പെടുത്തണം. പിന്നെ പരസ്പരം ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്. അത് ജനങ്ങളുടെ ഒരു പിന്തുണയോട് കൂടിയുള്ള ഒരു പരിപാടിയാണ്.